വീണ്ടും സെൻസർ ബോർഡിന്റെ തോന്നിയവാസം. കോടികൾ മുതൽ മുടക്കിയെടുക്കുന്ന സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്ര കട്ടിങ് നടത്തണം, അല്ലെങ്കിൽ ഇത്രത്തോളം ഭാഗങ്ങൾ അതിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെടണം എന്നുള്ള ആവശ്യവുമായി സെൻസർ ബോർഡ് രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് ഷൈനികം അഭിനയിച്ച ഹാൽ എന്ന സിനിമയിലാണ്. ചിത്രം സെപ്റ്റംബർ 12 ഇറങ്ങുമെന്നായിരുന്നു ആദ്യം റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് സെൻസർ ബോർഡ് പറഞ്ഞതനുസരിച്ച് 19ഓളം കട്ടിംഗ് ആണ് ഈ ഒരു സിനിമയിൽ വരുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സെൻസർ ബോർഡ് ഇത്തരത്തിൽ കട്ടിങ് വെക്കുന്നത് ആ ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തെങ്കിലും മോശമുള്ള കാര്യങ്ങൾ വരും എന്നുള്ള പേടി കൊണ്ടാണോ, അതോ ഇവരുടെ കാര്യങ്ങൾ പുറത്തിറങ്ങിയാൽ അത് ജനങ്ങൾ ഏത് രീതിയിൽ ഏറ്റെടുക്കും എന്നുള്ള ഭയം കൊണ്ടാണോ? ഉറപ്പായിട്ടും ഇപ്പൊ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്തില് ഓരോ ഭാഗങ്ങള് ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മേ ബി ഇത് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു ടോപ്പിക്ക് ചർച്ചാ വിഷയമാകും, അല്ലെങ്കിൽ വീണ്ടും ഇപ്പൊ മറന്നിരിക്കുന്ന പല കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ കുറെ അധികം വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്തില് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സുൽത്താൻ ബത്തേരിക്ക് ഗണപതി പട്ടം എന്ന ആ ഒരു പേര് മാറ്റപ്പെടണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പോർഷൻസ് ഒക്കെ ഇതൊക്കെ കൃത്യമായിട്ട് മാറ്റണം എന്ന രീതിയിലാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ 16ഓളം കട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പടത്തിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനോടാണ് ഡയറക്ടർ കൃത്യമായി എതിർക്കുന്നത്. യാതൊരുവിധ അശ്ലീല പ്രയോഗങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൾഗർ ആയിട്ടുള്ള സീനുകളൊന്നും ഉപയോഗിക്കാത്തൊരു സിനിമയില് ഇത്രയും കട്ടുകൾ ആവശ്യപ്പെടുകയും അതിനുശേഷം എ സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് പറയുന്നതും എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു നിലപാട് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞത് നമ്മളിനി കോർട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ കോടതി അവര് കണ്ടു നോക്കട്ടെ ഈ സിനിമയ്ക്ക് എന്താണ് പ്രശ്നമുള്ളത്, ഇതിനിങ്ങനെ ഒരു നടപടികളിലേക്ക് സെൻസർ ബോർഡ് പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്, എന്ത് വ്യക്തി താല്പര്യത്തിന്റെ പുറത്താണ്, സ്വന്തം രാഷ്ട്രീയം അവരുടെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ രാഷ്ട്രീയങ്ങളുടെ പുറത്താണോ ഇത്തരത്തിലുള്ള വെട്ടുകളൊക്കെ കലയുടെ മേലിൽ ചുമത്തേണ്ടതെന്നുള്ള രീതിയിൽ. ഇപ്പോ ഈ സെൻസർ ബോർഡിന്റെ ആവശ്യങ്ങളിൽ ഒരു പോയിന്റ്, ഈ ഒരു സിനിമയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബീഫ് ബിരിയാണി കഴിക്കുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം, അത് അവിടെ കൊടുക്കാൻ പാടില്ല. വെറും ഒരു സിനിമയിൽ ഒരു ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, അതും നമ്മുടെ കേരളത്തില് ഇത്തരത്തിലുള്ള രംഗം ആ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് സെൻസർ ബോർഡിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു JSK, സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള JSK എന്ന് പറയുന്ന സിനിമയും ഇതുപോലെ തന്നെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെൻസർ ബോർഡ് പറഞ്ഞിരുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ അതിൽ ജാനകി എന്നുള്ള പേര് ഈ ഒരു കഥാപാത്രത്തിന് നൽകാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ പിന്നീട് അതിലൊരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയപ്പോൾ സെൻസർ ബോർഡിന് സമാധാനമായി. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ സമൂഹത്തിന് മോശമായ രീതിയിലുള്ള പ്രചാരണം സിനിമയിലൂടെ നടത്തുകയാണെങ്കിൽ പോലും ഇവരൊന്നും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് BJP-യുമായി അല്ലെങ്കിൽ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു പേരോ വന്നാൽ പോലും ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കല്ലേ പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം എമ്പുരാന്റെ കട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാരണം എമ്പുരാൻ റിലീസ് ചെയ്ത് അതിന്റെ ഒരു ഭൂരിഭാഗം ആൾക്കാരും കണ്ടതിന് ശേഷമാണ് അതൊരു ചർച്ചാ വിഷയമാവുകയും അതൊരു സാമൂഹിക ഇടത്തിലേക്ക് വന്നിട്ട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ ആ ഒരു സമയത്തായിരുന്നു എമ്പുരാനകത്തിൽ ഇത്തരം കട്ടുകൾ വരുത്തണം എന്ന രീതിയിൽ ശക്തമായി സെൻസർ ബോർഡ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ എന്റെ ആക്ടർ എന്ന നിലയിൽ മോഹൻലാൽ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും ഒന്ന് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ആ ഉപയോഗിച്ച ഭാഗത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ അതൊരു പ്രശ്നമായി ഉടലെടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട് ക്ഷമ ചോദിക്കുന്നു, നമ്മളത് കട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോ ഇതിനകത്തും ആ ഒരു മൂവിക്കകത്തിൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയാൻ കാരണം അന്ന് അതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് സംഘപരിവാർ ആയിരുന്നു എന്നുള്ളത് അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് അതിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് പറഞ്ഞതും അതേപോലെ അവർക്കൊരു ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് പോയൊരു സിനിമ കൂടിയായിരുന്നു അത്. അപ്പൊ ഇതിനകത്തിലും പ്രത്യേകം നോക്കിക്കഴിഞ്ഞാല് ഈ ഗണപതി പട്ടം എന്ന പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്, അതുപോലെ സംഘം കാവൽ എന്ന് പറയുന്ന വാക്ക്, അതെ, സുരേന്ദ്രനായിരുന്നു അന്ന് ഈ ഒരു പേരിനെ പറ്റി ചൊല്ലി കുറെ അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബീഫ് ബിരിയാണി നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങ് ഇവിടുത്തെ പ്രശ്നം ഇല്ലെങ്കിലും അങ്ങ് വടക്കേ ഇന്ത്യയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബീഫുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിനാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി ഇവിടെ ഇറങ്ങി ഈ ഒരു സീൻ കണ്ടതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടുത്തെ എത്രയോ സംഘപരിവാറിന് അല്ലെങ്കിൽ RSSന്റെ ആൾക്കാരാണ് ഇതൊക്കെ കഴിക്കുന്നത് എന്നുള്ളതൊരു പരസ്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഓൾറെഡി കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഇല്ല. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള വികാരങ്ങളെയൊക്കെ ഉണർത്തുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ അത് വളരെയധികം വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും
ഇത്രയും അധികം കാര്യങ്ങൾ ഇതൊക്കെ നോട്ടീസ് ചെയ്യപ്പെടുമ്പോൾ എല്ലാത്തിനും ഒരു RSS ടച്ച് ഉണ്ടോ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ടച്ച് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു സെൻസർ ബോർഡ് ഇറക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ സെൻസർ ബോർഡ് കട്ടുവെക്കുന്ന സിനിമകളെല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം ഏതെങ്കിലും വിവാദപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ 18+ കണ്ടന്റുകൾ ഒരു പരിധിയിലധികം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് തെറ്റായിട്ടുള്ള വാക്കുകൾ ഈ തെറി വിളിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക പോലുള്ള വാക്കുകളൊക്കെ വരുമ്പോഴായിരുന്നു കട്ടിങ് ആ സമയത്തുണ്ടായിരുന്നത്. അവിടെ ആ ഒരു വാക്കിന് പകരം ചെറിയൊരു സൗണ്ട് മാത്രം കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള സെൻസർ ബോർഡിന്റെ ഒരു നീക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP തൊട്ടുകൊണ്ട് ഒരു സിനിമ പോലും ഇറങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ RSSനെ തൊട്ടുകൊണ്ട് ഒരു സിനിമ പോലും ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ അവരെ ആരും തൊടാൻ പാടില്ല. BJP എപ്പോഴും മുകളിൽ തന്നെ നിൽക്കണം. സിനിമയിൽ പോലും ഈ സിനിമ എന്ന് പറയുന്നത് എത്രയോ കലാകാരന്മാരുടെ സ്വപ്നങ്ങളാണ്. ആ ഒരു സ്വപ്നത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ അവരുടെ അവകാശത്തെയൊക്കെ കൈകടത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ സെൻസർ ബോർഡിന്റെ നീക്കങ്ങൾ എന്ത് ന്യായമാണുള്ളത് എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരികയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ RSSന്റെ ഒരു കാലത്ത് ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് ദീപിക പദുക്കോൺ തന്നെയായിരുന്നു. കാരണം ദീപികയുടെ ഒരു സിനിമകൾ എടുത്തത് ആദ്യം പത്മാവതിൽ നിന്ന് ആരംഭിച്ച് അതിനുശേഷം ഇവര് ഒരു പ്രൊട്ടസ്റ്റിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്രൊട്ടസ്റ്റിൽ വന്നതിന് അതുകൊണ്ട് തന്നെ അവരുടെ സിനിമ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ ആ ടീമായിരുന്നു ഇവര്. അതിനുശേഷം പത്മാവതി വന്ന സമയത്ത് പത്മാവതിയിൽ നിന്നും പത്മാവതിയിലേക്ക് ഒരു മാറ്റം സംഭവിക്കപ്പെടുന്നത് അതുകൊണ്ടായിരുന്നു. പിന്നെ ഒരു സോങ്ങിനകത്തില് കാവ്യ ബിക്കിനി ഇട്ടു എന്നും പറഞ്ഞ് വലിയ രീതിയിൽ വിലക്കുകൾ നേരിട്ട ഒരാളായിരുന്നു ദീപിക പദുക്കോൺ എന്ന് പറയുന്നത്. ഇപ്പൊ അവസാനമായിട്ട് വന്ന് നിൽക്കുന്നത് ദീപിക ഒരു ഹിജാബ് ധരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിനകത്തിലും ഇവരുടെ എന്തോ ഒരു കളർ കോമ്പിനേഷൻ എന്തോ വന്നിട്ടുണ്ട്. അപ്പോ ഇതും ഇവരെ വളരെയധികം ചൊടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ RSSനെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ വിലക്കുകൾ കൊടുത്തിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ദീപികയായിരിക്കും. അപ്പൊ അതിനുശേഷം സിനിമകളിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ സിനിമകളിൽ ഇത്തരം പോർഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇതൊരു സമൂഹത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് വീണ്ടും ഒരു ചർച്ചാവിഷയമാക്കപ്പെടരുത്, അല്ലെങ്കിൽ ഇത് അവര് മറന്നു പോകണം. ആ ഒരു ഇവര് ഉദ്ദേശിക്കുന്ന ആ ഒരു മതപരമായിട്ടുള്ള ഒരു വിഭജനമുണ്ടല്ലോ, അതിവിടെ നടത്തരുത്. അല്ലെങ്കിൽ ഇവരാണിത് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യരുത്, പക്ഷെ ഇത് ഇവർക്ക് നടത്തുകയും വേണം. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കട്ടിങ്ങുകൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ വിലക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഈ സെൻസർ ബോർഡിന്റെ അകത്തേക്ക് ഇത് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ? കാരണം ഇത് ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. എല്ലാ കലകളെയും ഒരേ തലത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു കലാപരമായിട്ടുള്ള ആസ്വാദന തലത്തിൽ കണ്ട് എന്താണ് സെൻസർ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഇത് ഒരു മോശമായിട്ടുള്ള ഒരു ഐഡിയോളജി സമൂഹത്തിലേക്ക് കൊടുക്കും. ഈ മാർക്കൊക്കെ സെൻസർ ചെയ്യപ്പെടണമെന്ന് പറഞ്ഞതിൽ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. കാരണം അത്രയും അധികം ആ ഒരു വയലൻസ് ഒക്കെ ഒരു സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത് പല രീതിയിലുള്ള ഓഡിയൻസ് ആണ് കാണുന്നത്. അപ്പൊ അത് ഓരോ കുട്ടികൾക്കാണെങ്കിലും ആ ഒരു വയലൻസ് സമൂഹത്തിലേക്ക് അത്രത്തോളം എത്തിക്കരുത് എന്ന തലത്തിലായിരുന്നു അതിന് സെൻസറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ സെൻസർ കട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള എന്തോ താല്പര്യം മൂലം കട്ട് ചെയ്യാൻ പറഞ്ഞത് പോലെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ സിനിമ എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു സിനിമ തീരുമാനിക്കുമ്പോൾ തന്നെ മനസ്സിൽ ആ ഒരു കഥയെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് BJPയുമായി ചേരും, അല്ലെങ്കിൽ അതിനകത്ത് BJP ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ദൈവങ്ങളുടെ പേര് വരാതെ BJPയുമായി അല്ലെങ്കിൽ RSSുമായി ചേർന്നുള്ള വാക്കുകൾ വരാതെയൊക്കെ അത്രത്തോളം ശ്രദ്ധിച്ചു വേണമെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്കും ഓരോ കലയും പുറത്തിറക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.